സംഭവം ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു കുറ്റക്കാരനാണ്. ഒന്നാം പ്രതി ജോസും രണ്ടാം പ്രതി ആന്റണി രാജുവും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുള്ള നിയമസഭാംഗവുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ കനത്ത തിരിച്ചടിയാണ് ആന്റണി രാജുവിന് നേരിട്ടിരിക്കുന്നത്. ഇനി ശിക്ഷ എന്താണ് എന്നാണ് അറിയേണ്ടത്. 2 വർഷത്തിലധികമാണ് തടവ് ശിക്ഷയെങ്കിൽ സ്വാഭാവികമായും MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും. മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു മത്സരിക്കുന്നതിനത് തടസ്സമാവുകയും ചെയ്യും. ഇപ്പോൾ മുൻ മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ 3 പതിറ്റാണ്ടിലേറെ നീണ്ട ആ കേസാണ്. ആ കേസിലാണിപ്പോൾ നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. മുൻ മന്ത്രിയും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുള്ള നിയമസഭാംഗവുമായ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 35 വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ വിധി വരുമ്പോൾ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നതാണ് ഇനി അടുത്ത ഉയരാൻ പോകുന്ന ചോദ്യം. ജനാധിപത്യ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആന്റണി രാജു തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. VS ശിവകുമാറിനെയും നടൻ കൃഷ്ണകുമാറിനെയും പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം സെൻട്രലിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു വിജയിച്ചത്. നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലായിരുന്നു ആന്റണി രാജു. പിന്നീട് ജോസഫ് ഗ്രൂപ്പ് UDF-ലേക്ക് മാറിയപ്പോൾ KC ജോസഫിനൊപ്പം ആന്റണി രാജുവും ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ച് ഇടതുമുന്നണിക്കൊപ്പം പിന്നീട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ആന്റണി രാജു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയാവുകയും ചെയ്തു. പിന്നീട് കേരള കോൺഗ്രസ് ബിയുമായുള്ള നേരത്തെയുള്ള ധാരണയെ തുടർന്ന് KB ഗണേഷ് കുമാറിന് മന്ത്രിയാകുന്നതിന് വേണ്ടിയാണ് ആന്റണി രാജു മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ 1990 നടന്ന ആ സംഭവത്തിലാണ്, പിന്നീട് 1994 ഇതിൽ കേസെടുക്കുന്നത്. 90 നടന്ന ആ സംഭവത്തിൽ ഇപ്പോൾ ആന്റണി രാജു അടിവസ്ത്രത്തിൽ തിരിമറി കാട്ടി പ്രതിയെ രക്ഷപ്പെടാൻ വഴിയൊരുക്കി എന്ന കേസിൽ, മാത്രമല്ല കോടതിയുടെ കസ്റ്റഡിയിൽ തൊണ്ടിയായിരുന്ന സംഭവമാണ് ഈ അടിവസ്ത്രം. ഈ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് 2 പാക്കറ്റ് 60 ഗ്രാം ഹാഷിഷ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവദോർ എന്നയാളിൽ നിന്ന് അന്ന് പോലീസ് പിടികൂടിയത്. ഈ അടിവസ്ത്രം ഈ കേസിലെ നിർണായകമായ തെളിവായിരുന്നു. പക്ഷേ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് ഈ പ്രതിയുടെ അഭിഭാഷക തിരുവനന്തപുരം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയായിരുന്ന സെലിൻ വിൽഫ്രഡ് ആയിരുന്നു. സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയറായാണ് ആന്റണി രാജു അന്ന് ഈ കേസുമായി ബന്ധപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.